ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FRK Tech PSC. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഓവർസിയർ, ട്രേസർ, ഡ്രാഫ്റ്റ്സ്മാൻ്റെ സിവിൽ ആൻഡ് മെക്കാനിക്കൽ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ റിലേറ്റഡ് ഇൻഫോർമേഷൻസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ സിവിൽ മെക്കാനിക്കൽ കൂടെ ചെയ്യുന്ന രണ്ടാമത്തെ സെഷൻ മാത്രമാണിത്. ഇതിൻ്റെ മുന്നേ 3 സിവിൽ ചെയ്തിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഇൻഫോർമേഷൻസും ഒക്കെ നോട്ട് ചെയ്യുക. നമുക്ക് ഈ വീഡിയോസിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ആ ഇൻഫോർമേഷൻസ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടൊരു നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ നോട്ട് വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ മെമ്പർ വിച്ച് സപ്പോർട്ടിംഗ് ദ കവറിംഗ് മെറ്റീരിയൽ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ആർ റാഫ്റ്റേഴ്സ്, പെർലിൻസ്, ബാറ്റൺസ്, സ്ട്രഡ്സ്. അതായത് സ്ലോപ്പിംഗ് റൂഫിന് നമുക്ക് കവറിംഗ് മെറ്റീരിയലിന് സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ. ഓക്കെ, കവറിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. അതൊരു ഉത്തരം വരുന്നത് റാഫ്റ്റേഴ്സ് ആണ്. ഓക്കെ, റാഫ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഒന്നതിൻ്റെ ഇമേജ് ഒന്ന് പോയി നോക്കാം. കണ്ടോ, ഇവിടെ ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നതാണ് റാഫ്റ്റർ. മുകളിൽ കണ്ടില്ല, ഇൻക്ലൈനായിട്ട് വരുന്നതാണ് റാഫ്റ്റർ. ഈ റാഫ്റ്ററിൻ്റെ മുകളിലാണ് ബാറ്റൺസ് ഉണ്ടാവുക. അതായിരിക്കും ആ ഒരു ഇൻക്ലൈൻ റൂഫിൻ്റെ കവറിംഗ് മെറ്റീരിയൽ. അപ്പോൾ ആ കവറിംഗ് മെറ്റീരിയലിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാന്നാണ് ചോദിച്ചത്. അത് റാഫ്റ്റർ ആണ്. ഓക്കെ, റാഫ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫുൾ വിഡ്ത്ത് ഓഫ് റോഡ് എക്വയർഡ് ബിഫോർ ഫൈനലൈസിങ് എ ഹൈവേ. വിഡ്ത്ത് ഫോർമേഷൻ, റോഡ് വേ, റൈറ്റ് ഓഫ് വേ, കാരേജ് വേ. ഒരു ഹൈവേ ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എക്വയർ ചെയ്ത ഫുൾ വിഡ്ത്ത് ഓഫ് റോഡിന് പറയുന്ന പേര്, അതാണ് റൈറ്റ് ഓഫ് വേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. കണ്ടോ, ഇപ്പോൾ ഒരു ഹൈവേ ഉള്ളൊരു ഭാഗമാണിത്. അപ്പോൾ നമ്മൾ ഹൈവേ എക്വയർ ചെയ്യുമ്പോൾ ഈ ഏറ്റവും 2 എൻഡ്സും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ എക്വയർ ചെയ്യുക ഹൈവേയിൽ. ഓക്കെ, ഹൈവേ ഇത്ര ഡിസ്റ്റൻസാണ് നമ്മൾ എക്വയർ ചെയ്യുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മാർജിൻ കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ റോഡ് വേ കൊടുക്കുക, അതിലാണ് കാരേജ് വേ കൊടുക്കുക. ആ കാരേജിനുള്ള കൂടെയാണ് നമുക്ക് വണ്ടികൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, കാരേജ് വേയിൽ കൂടെയാണ് വണ്ടികൾ പാസ് ചെയ്യുന്നത്. എസ് എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്. ഓക്കെ, ഇത്രയും ഷോൾഡർ കഴിഞ്ഞിട്ടാണ് പിന്നെ മാർജിൻ വരുന്നത്. നടക്കുന്ന വഴി എല്ലാം അടക്കമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റൈറ്റ് ഓഫ് വേ. ഓക്കെ, റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ ഒരു ഹൈവേ എക്വയർ ചെയ്യുമ്പോൾ, ഹൈവേ ഒരു റോഡിനുള്ള വിഡ്ത്ത് എക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റൈറ്റ് ഓഫ് വേ ആണ്. അതിൻ്റെ ഉള്ളിലാണ് എല്ലാ പണികളും നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇസ് ദി മദർ ബോർഡ്, കീബോർഡ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, പ്ലോട്ടർ. ഓക്കെ, ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കമ്പ്യൂട്ടറിൻ്റെ ഭാഗം. കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. കോമൺ ഇൻപുട്ട് ഡിവൈസ് ഏതാണ് നമുക്കറിയാം, ഏതാണ്? കീബോർഡാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ മൗസ് ഇല്ല, ഇപ്പോൾ മൗസ് കൂടെ വരികയാണെങ്കിൽ അതൊരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോവർ എഡ്ജ് ഓഫ് ദി ഇൻക്ലൈൻഡ് റൂഫ് സർഫസ് ഇസ് കോൾഡ് പിച്ച്, ഈവ്സ്, ക്ലീറ്റ്, ഗേബിൾ. ഇൻക്ലൈൻ റൂഫിൻ്റെ ഏറ്റവും ലോവർ എഡ്ജ് എങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത്? ഈവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങളതിൻ്റെ സ്പെല്ലിങ് ഇവിടെ നോക്കി നോക്കുക. EAVES കേട്ടോ, ഇവിടെ കാണാം EAVES. ഓക്കെ, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലോപ്പിൻ്റെ എൻഡിൽ വരുന്ന എഡ്ജ്, അതാണ് ഈവ്സ്. ഓക്കെ, ഈ ഈവ്സിൻ്റെ ബോട്ടത്തിലാണ് സോഫിറ്റ് ഉണ്ടാവുക. ഇതൊക്കെയാണ് സാധാരണ ചോദിക്കുക. പിന്നീട് കുറേ കാര്യം ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൂർത്തിയായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈവ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് സ്ലോപ്പിൻ്റെ എൻഡിൽ വരുന്ന എഡ്ജ്, അതാണ് ഈവ്സ്. ആ ഒരു സ്പെല്ലിംഗ് ശ്രദ്ധിക്കട്ടെ, EAVES ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ EVES മാത്രമേ ഉള്ളൂ. അടുത്തത്, ദ എൻറ്റയർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓൺ എ സിംഗിൾ ചിപ്പ് ഇസ് കോൾഡ് ബ്രെയിൻ, ജനറേറ്റർ, മൈക്രോ പ്രോസസ്സർ, സ്റ്റാർ ട്രെക്ക്. എൻ്റെ CPU, ഓക്കെ, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോളും മെമ്മറിയും എല്ലാം കൂടി അടങ്ങുന്നത് ഒരു ചിപ്പിൽ അടങ്ങുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നത് എന്താണ് നമുക്കറിയാം, എന്താണ്? മൈക്രോ പ്രോസസ്സർ. ഓക്കെ, MUP, മൈക്രോ പ്രോസസ്സർ, അതാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്യൂവർ പൈപ്സ് ആർ മെയ്ഡ് ഓഫ്. സ്യൂവർ പൈപ്പ് എന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളം പോകുന്ന പൈപ്പ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? സ്റ്റോൺ വെയർ, ടെറാക്കോട്ട, റിഫ്രാക്ടറി ക്ലേ, ഫയർ ക്ലേ. ആ സ്റ്റോൺ വെയറിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. കളിമണ്ണ് പോലത്തെ ആ ഒരു മണ്ണിനെ കൊണ്ടാണ് നമ്മൾ സ്യൂവർ പൈപ്പ് ഉണ്ടാക്കുക. ഓക്കെ, സ്യൂവർ പൈപ്പ് ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അഴുക്ക് വെള്ളം പോകുന്ന ഈ ഒരു പൈപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറിനേഷൻ ഓഫ് വാട്ടർ ഇസ് ഡൺ ഫോർ ദ റിമൂവൽ ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്, ബാക്ടീരിയ, കൊളോയിഡൽ മാറ്റേഴ്സ്, ഹാർഡ്നെസ്. ക്ലോറിനേറ്റ് എന്തിനാണ് ചെയ്യുന്നത്? വെള്ളത്തിനെ ക്ലോറിനേറ്റ് എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ബാക്ടീരിയനെ ഒഴിവാക്കാനാണ് അല്ലേ, ഉള്ള ബാക്ടീരിയനെ ഒഴിവാക്കാനാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിണർ എന്തെങ്കിലും വൃത്തിയിടായി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും? ക്ലോറിനേറ്റ് ചെയ്യും. ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ടീരിയസ് ഒക്കെ ഒന്ന് റിമൂവ് ആവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോആഗുലന്റ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ്. വെള്ളത്തിന് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന കോആഗുലന്റ് എന്താണ്? ആലം, ലൈം, ബ്ലീച്ചിങ് പൗഡർ, ആക്ടിവേറ്റ് ഓഫ് കാർബൺ. ഏതാണ്? ആലമാണ് യൂസ് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെ ഉണ്ടാവുക, വെള്ളത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഇമ്പ്യൂരിറ്റീസിൽ നമ്മൾ കോആഗുലന്റ് ഇട്ട് കഴിഞ്ഞാൽ കോആഗുലന്റ് ഓരോ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഇങ്ങനെ മിക്സപ്പ് ആവും. ഇതിനെന്താക്കും? എല്ലാത്തിനും കൊണ്ടുപോയി താഴത്ത് കൊണ്ടുപോയിട്ട് സസ്പെൻഡ് ചെയ്ത് വെക്കും, ബോട്ടത്തിൽ സെറ്റിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിൽ എന്താ ഈ പ്യുവർ ആയിട്ടുള്ള വാട്ടർ കിട്ടി. അങ്ങനെയാണ് നമ്മൾ കോആഗുലൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ചാനൽ സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് 1 വെബ് ആൻഡ് 2 ഫ്ലാഞ്ചസ്, 2 വെബ്സ് ആൻഡ് 2 ഫ്ലാഞ്ചസ്. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ചാനൽ സെക്ഷൻ അടങ്ങിയിരിക്കുന്നത് 1 വെബും 2 ഫ്ലാഞ്ചസും കേട്ടോ. അപ്പോൾ എന്താ ചാനൽ സെക്ഷൻ? നമ്മൾ കണ്ടതാണ് ചാനൽ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ. ചാനൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ടി സെക്ഷൻ കണ്ടിട്ടുണ്ട്, ഐ സെക്ഷൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു സി സെക്ഷൻ കേട്ടോ. അതിനാണ് നമ്മൾ ചാനൽ സെക്ഷൻ എന്ന് പറയാം. അല്ലാതെ നിങ്ങൾ ഐ സെക്ഷൻ, ടി സെക്ഷനൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ റെക്റ്റാങ്കുലർ, സ്ക്വയർ സെക്ഷൻ എന്നൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സെക്ഷൻസ് കിട്ടാണ്ട് സ്റ്റീലിൻ്റെ. അതിൽ സി എന്ന് പറഞ്ഞാൽ സി സെക്ഷനാണ് ചാനൽ സെക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട് കണ്ടോ? ഇവിടെ മുകളിലത്തെ കാണുന്നതാണ് ഫ്ലാഞ്ച്. ഓക്കെ, ഇപ്പോൾ ഈ ഹൊറിസോണ്ടലായിട്ട് കാണുന്നതാണ് ഫ്ലാഞ്ച്. അങ്ങനെ ഒരെണ്ണം താഴെയില്ലേ, അപ്പോൾ 2 ഫ്ലാഞ്ചായി. നടുവിൽ കാണുന്ന വെർട്ടിക്കലായിട്ടുള്ള സാധനത്തിനാണ് വെബ് എന്ന് വിളിക്കുന്നത്. ഒരു വെബും. ഓക്കെ, ഒരു ഫ്ലാഞ്ചും പ്ലസ് ഒരു ഫ്ലാഞ്ച്, 2 ഫ്ലാഞ്ചും ഒരു വെബും. അതാണ് ഒരു ചാനൽ സെക്ഷനിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രീപ്പ് ഇസ് ദി ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് റെയിൽ, വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് റെയിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഓഫ് റെയിൽ, നൺ ഓഫ് ദി അബവ്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഓഫ് റെയിലാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ റെയിൽ പാളം അതാണ് ഇവിടെ കാണിച്ചിട്ടോ. സാധാരണ റെയിൽ പാളമാണ് ഇവിടെ കാണിച്ചത്. നടുകൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. നടുകൂടെ പോകുന്നതാണ് സ്ലീപ്പേഴ്സ് അറിയാം. സ്ലീപ്പേഴ്സിൻ്റെ മുകളിലേക്ക് റെയിൽസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒറിജിനൽ പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സാണ് ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് തെറ്റിപ്പോവാണ്, ആ സ്ലീപ്പറിൻ്റെ പൊസിഷൻ തെറ്റിപ്പോവുക. അതാണ് ക്രീപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ റെയിൽ കുറച്ച് മുന്നോട്ട് പോവുക, അതാണ് ഈ ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താവും? ഒറിജിനൽ പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സ് തെറ്റിയിട്ട് പിന്നെ അങ്ങോട്ട് പോകും. ഡിസ്റ്റേർഡ് പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സ് ഇപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ആ ഒരു റെയില് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഞ്ചിറ്റ്യൂഡിൽ മാറിപ്പോവുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രീപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ബെൽറ്റിൽ, ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ സെക്ഷനിൽ വരുമ്പോൾ ബെൽറ്റിൽ ക്രീപ്പ് വരുന്നുണ്ട്, അത് വേറെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ലെയ്ത്ത് മെഷീൻ. അപ്പോൾ നമുക്ക് മെക്കാനിക്കലേ വന്നു കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് സിവിൽ കഴിഞ്ഞു, ഇനി 5 ക്വസ്റ്റ്യൻസ് മെക്കാനിക്കലാണ്. അങ്ങനെയാണ് ഞാനിത് ഡിസൈൻ ചെയ്തത്, ഈ ഒരു വീഡിയോ ഡിസൈൻ ചെയ്തത് അങ്ങനെ കേട്ടോ. ഇൻ എ ലെയ്ത്ത് മെഷീൻ എ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഇസ് യൂസ്ഡ്. ഹെഡ് സ്റ്റോക്ക് ഇസ് മൂവബിൾ ആൻഡ് ടെയിൽ സ്റ്റോക്ക് ഇസ് ഫിക്സഡ്. ടെയിൽ സ്റ്റോക്ക് ഇസ് അറ്റാച്ച്ഡ് ടു ഹെഡ് സ്റ്റോക്ക്. എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഇസ് യൂസ്ഡ്. അപ്പോൾ അതിന് ആൻസർ വരുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഇസ് യൂസ്ഡ് ആണ്. ഇപ്പോൾ ലെയ്ത്ത് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, ലെയ്ത്ത് മെഷീൻ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ലെയ്ത്ത് മെഷീനിൽ യൂസ് ചെയ്യുന്നത് കണ്ടോ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യുന്ന വേറെ എന്തൊക്കെ ഉണ്ട്? ലെയ്ത്ത് ഉണ്ട്, ഷേപ്പർ ഉണ്ട്, സ്ലോട്ടർ ഉണ്ട്. ഈ 3 എണ്ണത്തിലും സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് യൂസ് ചെയ്യുക. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ലെയ്ത്തിന് ഇപ്പോൾ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലെയ്ത്തിനെ കുറിച്ച് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതിന് ഞാൻ ലെയ്ത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഈ 3 എണ്ണത്തിൽ വരുന്നുണ്ട്. ഇനി മൾട്ടി പോയിന്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ടൂളിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും. അതാണ് നമ്മൾ മൾട്ടി പോയിന്റ് ടൂൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മില്ലിംഗ് മെഷീനിലും ഡ്രില്ലിംഗ് മെഷീനിലും ഉണ്ട്. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീനിലെങ്കിൽ ഡ്രിൽ ബിറ്റ് നോക്കിയാൽ കാണില്ലേ. ഡ്രിൽ ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഡ്ജ് മുഴുവൻ കട്ടിങ് എഡ്ജ് തന്നെയാണ് വരുന്നത്. അപ്പം അത് ഒരുപാട് കട്ടിങ് പോയിന്റ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡ്രില്ലിംഗ് മെഷീനിൽ മൾട്ടി പോയിന്റ് ടൂളായിട്ട് ഡ്രില്ലിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഷേപ്പർ മെഷീൻ കട്ടിങ് ഈസ് ഓൺലി ഡൺ ഇൻ കട്ടിങ് സ്ട്രോക്ക്. കട്ടിങ് ഈസ് ഓൺലി ഡൺ ഇൻ ഐഡിൽ സ്ട്രോക്ക്.
കട്ടിങ് ഇസ് ഡൺ ഓൺ ബോത്ത് കട്ടിങ് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക്, ഓൾ ഓഫ് ദി അബോവ്. ഇപ്പോൾ ഷേപ്പർ മെഷീനിൽ എന്താ നടക്കുന്നത്? കട്ടിങ് ഈസ് ഓൺലി ഡൺ ഇൻ കട്ടിങ് സ്ട്രോക്ക്. ഓക്കെ, കട്ടിങ് സ്ട്രോക്കിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഐഡിയൽ സ്ട്രോക്കിൽ തിരിച്ചു വരുന്ന വരവിൽ കട്ടിങ് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഷേപ്പർ മെഷീൻ. ഇപ്പോൾ ഷേപ്പർ മെഷീനിൽ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം, ഇതാണ് റാം. കണ്ടോ, റാം. ഇപ്പോൾ റാമിൻ്റെ എൻഡിലാണ് നമ്മൾ ടൂള് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ റാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങും. ഓക്കെ, ഇപ്പോൾ അതായത് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് താഴെ ഇവിടെ ഇതാണ് വൈസ് കണ്ടോ, ഇവിടെ വൈസിൻ്റെ മുകളിലായിരിക്കും വർക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കിൻ്റെ മുകളിൽ മെഷീനിങ് നടക്കും. ഈ പോയിന്റ് ടൂൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിൽ എന്താ സംഭവിക്കുന്നത് കണ്ടോ? ഇപ്പോൾ ഇവിടെ ഇതാണ് റാമെങ്കിൽ, ഇപ്പോൾ ഇത് ഞാൻ തിരിച്ചു വെച്ചാൽ ഇവിടെ റാമെങ്കിൽ ഈ മുന്നോട്ട് പോകുന്നതാണ് കട്ടിങ് സ്ട്രോക്ക്. ഇവിടെ കാണാം, മുന്നോട്ട് പോകുന്നതാണ് കട്ടിങ് സ്ട്രോക്ക്. ഓക്കെ, തിരിച്ചു വരുന്നതാണ് റിട്ടേൺ സ്ട്രോക്ക്. അപ്പോൾ റിട്ടേൺ സ്ട്രോക്കിൽ അത് ഐഡിയലായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഐഡിയൽ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അവിടെ കട്ടിങ് നടക്കുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹെഡ് സ്റ്റോക്ക് ഓഫ് ലേത്ത് ഇസ് മാനുഫാക്ചർഡ് ഫ്രം അലോയ് ഓഫ് അലൂമിനിയം, കാസ്റ്റ് അയൺ അലോയ്, കോമ്പോസിറ്റ് മെറ്റീരിയൽ, ഓൾ ഓഫ് ദി അബോവ്. ലേത്തിൻ്റെ ഹെഡ് സ്റ്റോക്ക് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? കാസ്റ്റ് അയണിൻ്റെ അലോയിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ലേത്തിൻ്റെ ഹെഡ് സ്റ്റോക്ക് ഉണ്ടാക്കിയത് കാസ്റ്റ് അയൺ അലോയിനെ കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ലെയ്ത്ത്. ഇപ്പോൾ ലെയ്ത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹെഡ് സ്റ്റോക്ക് ഈ ഒരു ഭാഗമാണ്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ടെയിൽ സ്റ്റോക്ക് ഇവിടെ നമുക്ക് മുന്നോട്ടേക്ക് നീക്കാം കേട്ടോ, മുന്നോട്ട് നീക്കാം. നമ്മൾ നേരത്തെ ഓപ്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ടെയിൽ സ്റ്റോക്ക് നമുക്ക് മുന്നോട്ട് നീക്കാം. ഹെഡ് സ്റ്റോക്കിൻ്റെ എൻഡിലാണ് സ്പിൻഡിൽ കൊടുക്കുന്നത്. ആ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഹെഡ് സ്റ്റോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല. ഓക്കെ, പക്ഷെ ടെയിൽ സ്റ്റോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള പാർട്സ് വരുന്നത്. അതിൽ ഹെഡ് സ്റ്റോക്ക് ഉണ്ടാക്കിയിരുന്നത് കാസ്റ്റ് അയൺ അലോയ് ആണ്, ബെഡ് ഉണ്ടാക്കിയത് കാസ്റ്റ് അയൺ ആണ്. അങ്ങനെ ഓരോ സംഗതികളും എന്തുകൊണ്ടാണ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയെന്നൊക്കെ നമുക്കിങ്ങനെ അപ്കമിങ് വീഡിയോസിൽ ഓരോന്നായിട്ട് ഇങ്ങനെ പഠിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഇസ് യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷീൻ ടൂൾസ്? ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഷേപ്പർ മെഷീൻ. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ, ഷേപ്പർ മെഷീൻ എന്താണ് പറഞ്ഞത്? കട്ടിങ് സ്ട്രോക്കിൽ മാത്രമേ കട്ടിങ് നടക്കുന്നുള്ളൂ, റിട്ടേൺ സ്ട്രോക്കിൽ കട്ടിങ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഐഡിയൽ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ സ്ട്രോക്ക് ഐഡിയൽ ആണല്ലോ അല്ലേ, അവിടെ കട്ടിങ് നടക്കുന്നില്ല. അപ്പോൾ അത് എന്താവും, പെട്ടെന്ന് റിട്ടേൺ ചെയ്യും. അതാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. ഓക്കെ, ഫോർവേഡിൽ കട്ടിങ് നടക്കുന്നു, തിരിച്ചു വരുമ്പോൾ ഐഡിയലായിട്ട് വരണം. അപ്പോൾ ഏതായാലും ഐഡിയലായിട്ട് വരില്ലേ, അപ്പോൾ പെട്ടെന്ന് വരണം. അതാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. അത് ഷേപ്പറിലുണ്ട്. അതുപോലെ സ്ലോട്ടിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ സ്ലോട്ടിംഗ് മെഷീനിലും ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ്? റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, ബോത്ത് റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ്, നൺ ഓഫ് ദി അബോവ്. ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറവുള്ള ബിയറിംഗ് ആണ് കേട്ടോ. ഫ്രിക്ഷൻ കുറവുള്ള ബിയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ്. നമുക്ക് രണ്ട് ടൈപ്പ് ബിയറിംഗ് ആണ്, സ്ലൈഡിംഗ് ബിയറിംഗും റോളിംഗ് ബിയറിംഗും. അതിൽ റോളിംഗ് ബിയറിംഗിനാണ് എന്ത്, ഫ്രിക്ഷൻ കുറവ്. അതുകൊണ്ട് അതാണ് ആൻസർ, റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ്. അതിൻ്റെ വേറൊരു പേരാണ് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം. കണ്ടോ, ഇതാണ് റോളർ ബിയറിംഗ്. റോളർ ബിയറിങ്ങിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ബോൾസ് ഉണ്ടാവും അല്ലേ. നമ്മളിത് കണ്ടിട്ടുണ്ടോ, കിണറിൻ്റെ കപ്പീൻ്റെ മുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു റോളർ ബിയറിംഗ് ആണ്. പക്ഷെ സ്ലൈഡിംഗ് ബിയറിംഗ്, അതായത് പ്ലെയിൻ ബിയറിംഗിൽ എന്തില്ല, ഇതിൻ്റെ ഇടയിൽ ബോൾസ് ഒന്നുമില്ല. ഷാഫ്റ്റ് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓയിൽ കൊടുക്കുക ചെയ്യാം. സോ ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോളിംഗ് ബിയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ. ഇനി അപ്കമിങ് വീഡിയോസിൽ വീണ്ടും സിവിൽ ആൻഡ് മെക്കാനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോസ് ഉണ്ടാകും. നിങ്ങൾ കറക്റ്റ് നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ നോട്ടായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വന്നിരിക്കുക, എഴുതുക, നല്ലപോലെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.